കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാവ് അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. വേളാങ്കണ്ണിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ടോബി ജോൺസൺ ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വേളാങ്കണ്ണിയിൽ പോയി കുടുംബത്തോടൊപ്പം ട്രെയിനിൽ മടങ്ങുകയായിരുന്നു. ഈ ട്രെയിനിൽ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രെയിനിലായതുകൊണ്ട് തന്നെ എന്തായാലും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസ് നേതാവായിരുന്നു. കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി, അതുപോലെ തന്നെ KCM യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി. അതിനുശേഷമാണ് ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് 2019 സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഏറ്റവും കൂടുതൽ സാധ്യത അന്ന് കേരള കോൺഗ്രസ് എമ്മിൽ കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതിനുശേഷം എന്നാൽ ആ സീറ്റ് അന്ന് ലഭിച്ചില്ല. എന്നാൽ ഏറ്റുമാനൂർ സീറ്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റിൽ അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. VN വാസവനെതിരെയാണ് മത്സരിച്ചത്. അന്ന് മത്സരിച്ച് തോറ്റുവെങ്കിലും വലിയൊരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്തായാലും ഒരു യുവ നേതാവാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത്.